ബിഗ് ബോസ് സീസൺ 7ന്റെ പണി മത്സരാർത്ഥികൾക്ക് തുടക്കത്തിലെ അനുഭവിക്കുകയാണ്. മത്സരാർത്ഥികൾ കൊണ്ടുവന്ന സാധനങ്ങളൊന്നും ബിഗ് ബോസ് അവർക്ക് നൽകിയിരുന്നില്ല. ബാഡ്ജ് ലഭിച്ചവർക്ക് മാത്രമാണ് സ്വന്തം വസ്ത്രങ്ങൾ പോലും ലഭിച്ചത്. മറ്റുള്ളവർക്ക് ബിഗ് ബോസ് നൽകിയ 2 ജോഡി വസ്ത്രങ്ങളും ചെരുപ്പും മാത്രമാണ് ഉപയോഗിക്കാൻ സാധിക്കുക. എന്നാൽ ഇത്തവണ പണിപ്പുര മുറി എന്നുള്ള പ്രത്യേകത കൂടി ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്നു. വീക്ക്ലി ടാസ്ക് ജയിക്കുന്നവർക്ക് മാത്രമേ പണിപ്പുരയിൽ പ്രവേശിക്കാനാകൂ. അവർക്ക് സ്വന്തം വസ്ത്രങ്ങളോ മറ്റുള്ളവരുടെ വസ്ത്രങ്ങളോ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള മറ്റ് സാധനങ്ങളോ തിരഞ്ഞെടുക്കാനുള്ള ഒരു അവസരവും ലഭിക്കും. അതുകൊണ്ട് തന്നെ രൂക്ഷമായ ഒരു പോരാട്ടമാണ് വീക്ക്ലി ടാസ്കിൽ നടന്നത്. തുടക്കത്തിലെ വാശിയേറിയ ടാസ്കുകളാണ് മത്സരാർത്ഥികൾക്ക് ബിഗ് ബോസ് നൽകിയത്. അതിലൊന്നായിരുന്നു ഭാഗ്യത്തിന്റെ പണപ്പെട്ടി ടാസ്ക്. വീക്ക്ലി ടാസ്ക് ആയിട്ടായിരുന്നു ഇത് നടപ്പാക്കിയത്. ഇന്ന് ടാസ്കിന്റെ അവസാന ദിവസവുമായിരുന്നു. ഇന്നത്തെ ആദ്യ റൗണ്ട് ഇങ്ങനെ: ഷാനവാസിന് ഇന്നലെ ഗോൾഡൻ കോയിൻ ലഭിച്ചതുകൊണ്ട് തന്നെ നോമിനേഷൻ പവർ ലഭിക്കുന്നതായിരിക്കും. എന്നാൽ ഷാനവാസ് തിരഞ്ഞെടുക്കുന്ന പാർട്ണർ ഇന്നത്തെ റൗണ്ടിൽ ഗോൾഡ് കോയിൻ എടുത്താലേ ഈ ഒരു പവർ ലഭിക്കുകയുള്ളൂ. ഇത്തവണ പണി ലഭിക്കുന്ന കറുത്ത കോയിൻ ഉണ്ടായിരിക്കില്ല. പകരം ഡെസ്റ്റിനി കോയിൻ ആയിരിക്കും ഉണ്ടാകുക. അതിൽ മത്സരാർത്ഥികളെ കാത്തിരിക്കുന്ന വിധി എന്തുമാകാം. ചില പ്രത്യേക പവറുള്ള കോയിനുകളായിരിക്കും എന്നും അത് ബിഗ് ബോസ് സൂചന നൽകി. ഇന്നലെ കോയിൻ ലഭിക്കാത്തവർക്ക് ഇന്ന് മത്സരത്തിൽ പങ്കെടുക്കാൻ സാധിക്കുന്നതല്ല. 3 റൗണ്ടുകളായിട്ടാണ് ടാസ്കുകൾ നടക്കുക. ആദ്യത്തെ 2 റൗണ്ടിൽ 3 പേര് വീതവും മൂന്നാമത്തെ റൗണ്ടിൽ 2 പേര് വീതവുമാണ് മത്സരിക്കുക. എല്ലാ റൗണ്ടുകളിലും ഏറ്റവും കൂടുതൽ കോയിന് ലഭിക്കുന്നവർക്കായിരിക്കും ഇത്തവണ പണിപ്പുരയിൽ പ്രവേശിക്കാൻ സാധിക്കുക. 8 പേരാണ് ഇന്ന് മത്സരിക്കാനുണ്ടായത്. ഷാനവാസ് ആര്യനെ പാർട്ട്ണറായിട്ട് തിരഞ്ഞെടുത്തു. അക്ബർ ആയിരുന്നു ഈ ഒരു റൗണ്ടിലെ വിജയി. 2ാം സ്ഥാനം അഭിലാഷിനുമായിരുന്നു. കോയിൻ തിരഞ്ഞെടുക്കാനുള്ള അവകാശം അക്ബറിനായിരുന്നു. ഡെസ്റ്റിനി കോയിൻ ആയിരുന്നു അക്ബർ തിരഞ്ഞെടുത്തത്. ഗോൾഡ് കോയിൻ അഭിലാഷിനും ലഭിച്ചു. ഡെസ്റ്റി കോയിൻ ലഭിച്ചതോടെ ആ ഒരു സൂപ്പർ പവറും അക്ബർ ഖാനും ലഭിച്ചു. പുകഞ്ഞ കൊള്ളി പുറത്തെന്ന ടാസ്കിൽ ഉൾപ്പെട്ട 4 പേരിൽ നിന്ന് ഒരാളെ വീടിനുള്ളിലേക്കും വീടിനുള്ളിലുള്ള ഒരാളെ പുറത്തേക്ക് സ്വാപ്പ് ചെയ്യാനുള്ള പവറാണ് അക്ബർ ഖാന് ലഭിച്ചത്. ഇത് പ്രകാരം ഷാനവാസിന് വീടിനുള്ളിലോട്ടും മുൻഷി രഞ്ജിത്തിന് വീടിനെ പുറത്തേക്കും, അതായത് പുകഞ്ഞ കൊള്ളി പുറത്തെ ടാസ്കിലേക്ക് അക്ബർ പറഞ്ഞയച്ചു. ജിൻസി, ജിസീൽ, ശൈത്യ, ഷാനവാസ് എന്നിവരായിരുന്നു പുകഞ്ഞ കൊള്ളി ടാസ്കിൽ ഉൾപ്പെട്ട വീടിന് പുറത്ത് ഗാർഡൻ ഏരിയയിൽ കഴിഞ്ഞിരുന്നവർ. ആര്യനെ ഗോൾഡൻ കോയിൻ ലഭിക്കാത്തത് കൊണ്ട് തന്നെ ഷാനവാസിന് സൂപ്പർ പവർ നഷ്ടമായി. ഷാനവാസിനെ 2ാം സ്ഥാനക്കാരനായി അഭിലാഷ് നോമിനേറ്റ് ചെയ്യുകയും ചെയ്തു. ഇനി അവസാന റൗണ്ട് എന്ന് പറയുന്നത് വെള്ളയും കറുപ്പും നിറങ്ങളുള്ള കോയിനുകളാകും ഉണ്ടാകുക. വെള്ള നിറത്തിലുള്ള കോയിനുകൾ മാത്രമേ എണ്ണപ്പെടൂ. കോയിനുകളെല്ലാം പേപ്പറിനുള്ളിൽ പൊതിഞ്ഞിട്ടുണ്ടാകും. ഗാർഡൻ ഏരിയയിൽ ചിതറിക്കിടക്കുന്ന രീതിയിലാകും ഈ ഒരു കോയിനുകൾ ഉണ്ടാകുക. ഒടുവിൽ 2 ദിവസങ്ങളിലായിട്ട് നടന്ന ഈ ഒരു ഭാഗ്യത്തിന്റെ പണപ്പെട്ടി ടാസ്കിൽ നേടിയ പോയിന്റുകൾ ബിഗ് ബോസ് പ്രഖ്യാപിച്ചു. റെന 23ഉം അനീഷ് 26ഉം ജിസൈൽ 26ഉം ബിന്നി 27ഉം ഷാനവാസ് 19ഉം അഭിലാഷ് 29ഉം ആര്യൻ 36, അക്ബർ 37. ഇങ്ങനെയായിരുന്നു പോയിന്റുകൾ. ഒടുവിൽ അക്ബർ ഖാനെ ഭാഗ്യത്തിന്റെ പണപ്പെട്ടി ടാസ്കിൽ വിജയായിട്ട് പ്രഖ്യാപിക്കുകയും ചെയ്തു.